ருக்மிணி, ருக்கம்மா, உன்னை எனக்கு ரொம்ப பிடிச்சாச்சு. உனக்கு என்ன பிடிச்சிருக்கவோ என்னவோ. ஒண்ணு இப்பதானே எனக்கு கிடைச்சது. ஒரு வாரம் வேஸ்டா போயிடுச்சு. ഇന്ന് പോവാണോ? ஆமா, அவசியம் போக வேண்டியதுதான். ஃபிளைட் டிக்கெட்டும் கிடைச்சாச்சு. சீக்கிரமா திரும்பி வரேன். உன் ஃபேஸ் ஒரு மாதிரி இருக்கு. இன்னுം പണം വേണമാ? എനിക്കൊരു 50 രൂപ കൂടി തരുമോ? 50? അത് കേൾക്കത്തേക്ക് ഇவ்வளவு വെക്കമാ? എவ்வளவு വേണമെന്നാ എടുത്തുക്കോ. വേണ്ട, എനിക്ക് 50 രൂപ മതി. പോയി വാങ്ങാം. എനിക്ക് സിസ്റ്റർ മോഡിനെ ഒന്ന് കാണണം. ഓ, മിസ്സസ് വിമല മേനോൻ, ഹൗ ആർ യു? സുഖമല്ലേ? മിസ്സിസ് വിമല മേനോന്റെ മകൾ സുലുവിനെ വിളിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുലു വളരെ മിടുക്കിയ, വെരി ബ്രില്യന്റ്. ഇതാ സിസ്റ്റർ, 1-ാം തീയതി തന്നെ വരാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. ഓൾ റൈറ്റ്, അത് സാരമില്ല. ഞാൻ മമ്മിയോട് വഴക്കാം. എന്തിനാ മോളെ? കഴിഞ്ഞ സൺഡേ വരാന്ന് പറഞ്ഞിട്ട് എന്തേ വന്നില്ല? മമ്മിക്ക് ഒരുപാട് ജോലിയില്ലേ? പിന്നെ എന്തിനാ പ്രോമിസ് ചെയ്തത്? ഇതാ മോളെ ചോക്ലേറ്റ്. നോ, മമ്മി നെക്സ്റ്റ് സൺഡേ വരുമോ? വരാം മോളെ. പ്രോമിസ്? പ്രോമിസ്. മമ്മി, ഇന്നലെ സിസ്റ്റർ റോസ്ലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. മോള് ഡാൻസ് ചെയ്തില്ലേ? ആ മമ്മി, എനിക്ക് ഡാൻസ് പഠിക്കണം. ഇവിടെ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വരുന്നുണ്ട്. ഞാനും ചേരട്ടെ മമ്മി? മോളെ ചേർക്കാൻ മമ്മി സിസ്റ്ററോട് പറയാം. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബെല്ല. മമ്മി വരുന്നോ? മമ്മി വരുന്നില്ല മോളെ, മോള് പോയി കഴിച്ചോ. മമ്മി ഇനി എന്നാ വരിക? അടുത്ത ഞായറാഴ്ച വരാം. പ്രോമിസ്? പ്രോമിസ്. சிவா, நீ இந்த பிசினஸ் நோக்கி மதுராட்சிக்கு வா. இங்க 5 கிடைக்கும் போது அங்க 500 கிடைக்கும். நீ அவளை நோக்கி மதுராட்சிக்கு வா சிவா. அங்க இந்த மாதிரி செட்டியாரு நிறைய இருக்கு, நிறைய சம்பாதிக்கலாம்.
அங்க உன்ன மாதிரி கையம் வீசி வந்தவனெல்லாம் இப்ப என்ன சரியும் தெரியுமா? കാറാച്ച്, ബംഗ്ലാവാച്ച്, മുന്നാടി ഗൂർക്കയും വച്ച്. എനിക്ക് ജീവിക്കാനുള്ള ഇവിടം കൊണ്ട് കിട്ടും അപ്പയ്യ. എടാ, அப்படி வாழறதா இருந்தா ஏது நாய்க்கு முடியும். பணம் சம்பாதிக்கணும், நிறைய பணம் சம்பாதிக்கணும். இத பாரு, செட்டியாரு அங்க ஏர் கண்டிஷன் ரூம்ல படுத்துட்டு இருக்காரு. நம்ம இங்க வராந்தையில நாய் மாதிரி உட்கார்ந்து இருக்காரு. அவரும் நம்மளும் தமிழ் என்ன வித்தியாசம்? பணம். அது மட்டும் தானே. பணம் இருந்தா நமக்கும் அவരുടെ மாதிரி மெத்தையிலே போய் நிம்மதியா படுத்து தூங்கிடலாம். பணம் தானடா உலகத்துக்கு ஜீவநாடி. நீ அது யோசனை பண்ணி பாரு. എടാ, പണം വേണം, പണം. എന്നെയും ഉന്നെയും പെരിയവനാക്കുന്നത് പണം താൻ. പുരിഞ്ഞതാ? இதுதான் செட்டியார் வீட்டு அட்ரஸ், இது கடை அட்ரஸ், இது டெலிபோன் நம்பர். கூடிய சீக்கிரம் அந்த பொண்ணையும் கூட்டி நீ ஸ்ட்ரெயிட்டா மெட்ராஸுக்கு வா. சிவனா? ஆமா, நம்ம சிவன் தான். அப்பையா எல்லாம் சொல்லி கொடுத்தாச்சா? எப்பவே சொல்லி கொடுத்தாச்சு. அப்பையா ஒத்து, she is very nice girl, very cooperative, ரொம்ப கட்டிக்காரி. அடுத்த வாட்டி வரும் பார்க்கலாம். ஃபிளைட் டைம் ஆச்சு, பார்த்துமா? என்ன சிவன்? டேய், நான் சொன்னதெல்லாம் ஞாபகம் இருக்கு இல்லையா? நான் வரட்டுமா? ஃபிளைட்டுக்கு டைம் ஆயிடுச்சு. എനിക്ക് പലരോടും കണക്ക് പറയാനുണ്ട്. എനിക്കത് പറയണം. ഞാനത് പറയും. എന്നെ തുഴിച്ചവരുടെ മുഖത്ത് ഞാൻ കാറിത്തുപ്പും. ഞാൻ കാല് മടക്കി തുഴിക്കും. ഇത്ര രാത്രിയാവുന്നവരെ ശിവേട്ടൻ എവിടെ പോയിരുന്നു? നീ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോയി? ഞാൻ ഇനി നിന്നെ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ല. എന്താ, ഞാൻ അറിയാവല്ല കോളും കിട്ടിയോ? ശിവേട്ടൻ അറിയാതെ ഒരു കോളോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ എന്റെ ഒരു പഴയ കൂട്ടുകാരിയെ കാണാൻ പോയി. തിരിച്ചു വന്നപ്പോ വൈകിപ്പോയി. ചെട്ടിയാരെന്ത് തന്നു? 200 രൂപ തന്നു. 50 രൂപ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. കിട്ടുന്നതിൽ പാതിയെന്നല്ലേ നമ്മുടെ കണക്ക്? എനിക്ക് പകുതിയും വേണ്ട, മുഴുവൻ ശിവേട്ടൻ എടുത്തോളൂ. അത് വേണ്ട. കച്ചവടം തന്നെ. അതിനെപ്പോഴും കണക്ക് വേണം. ശിവേട്ടൻ എന്താ ഒരു മാറ്റം? പണം സൂക്ഷിക്കണം ചുമണി. അതിന് വലിയ വിലയുണ്ട്. പണമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറെ എന്തെല്ലാമോ ആകുമായിരുന്നു. എന്റെ ഓഹരി എനിക്ക്, നിന്റെ ഓഹരി നിനക്ക്. ശിവേട്ടാ. നീ ഉണ്ടോ? ഇല്ല, ശിവേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഊണ് കഴിച്ചു. എനിക്കൊരാൾ ഊണ് വാങ്ങി തന്നു. എന്നാലും കുറച്ചുണ്ണാം. വേണ്ട, നീ ഉണ്ടോ? നീ ഉണ്ടില്ലേ? എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ് ഞാൻ ചോറ് വേണ്ടെന്ന് പറഞ്ഞത്. ശിവേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. വേദനിച്ച മാറിയിരുന്ന് കരയും, അത്രേ ഉള്ളൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശിവേട്ടൻ പറയണം, പിണങ്ങണം, എന്ന് തല്ലണം. എനിക്കതാണ് സുഖം.
എനിക്ക് അതിനാണ് ഒരാളെ വേണ്ടത്. രുക്മിണി, നമുക്ക് എവിടെയെങ്കിലും പോവാൻ ശിവേട്ട. എവിടെ എവിടെ പോവാനാണ്? എവിടെയെങ്കിലും, നമ്മളെ അറിഞ്ഞുകൂടാത്ത മറ്റെവിടെയെങ്കിലും പോണം. എവിടെയെങ്കിലും പോണം. ആരോടും പറയാത്ത ഒരു രഹസ്യമുണ്ട്. ശിവേട്ടനെങ്കിലും അതറിയണം. അത് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും രഹസ്യങ്ങളുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മൾ പലതുമായിരുന്നു. നിന്റെ രഹസ്യങ്ങൾ എനിക്കറിയണമെന്നില്ല. കാരണം ഇന്നലെ വരെയുള്ളതെല്ലാം എനിക്ക് മറക്കണം. എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ശിവേട്ടനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ ഞാൻ എല്ലാം മറക്കാൻ തുടങ്ങുകയായിരുന്നു. ശിവൻ ചേട്ടാ, ആണുങ്ങളെ തപ്പി നടക്കാതെ വേണമെങ്കിൽ ഒരു പെണ്ണിനെ കൊണ്ടുപോയിക്കോ. വരവാ, പുതു പുത്തനാ, ഇരുന്നിട്ട് ഏറിയിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാന് ഈ മുറിയും നോക്കാൻ വന്ന. നാളെ എന്റെ ഒരു കൂട്ടുകാരൻ വരുന്നു. ഈ മുറി മതിയോ നോക്കാൻ മാനേജർ പറഞ്ഞു. നിങ്ങൾ നാളെ ഒഴിയുകയാണല്ലോ. ഞങ്ങൾ ഒഴിയുന്നു ആര് പറഞ്ഞു? ഒഴിയുന്നില്ലല്ലോ. ഒഴിയുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ മുറി നോക്കിക്കോളാം. എന്താ കൊച്ചേ, കൊച്ചെന്തിനാ കരയുന്നേ? കൂടെ ആരുമില്ലേ? ഒറ്റയ്ക്കാണോ? അയ്യോ, ഒറ്റയ്ക്കാണോ? ഞാനും ബേബിയേട്ടനും ഒന്നിച്ചാണ് വന്നത്. ബേബിയേട്ടന് അച്ഛൻ വന്ന് ബേബിയേട്ടനെ കൊണ്ടുപോയി. അയ്യോ, എന്റെ കൊച്ചെ, അങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് ഇറങ്ങി പോരാമോ? അത് എവിടെ വന്ന് പെട്ടിരിക്കുന്ന അറിയാമോ? ചോരയും നീരുള്ള പെൺപിള്ളേരെ കണ്ടാലേ കൊത്തിപ്പറിക്കുന്ന നാടാ.